പുട്ടുണ്ടാക്കിയാൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആകുന്നില്ലേ? എന്നാൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു ചെറിയ ടിപ്പ് മാത്രം മതി പുട്ട് സോഫ്റ്റായി കിട്ടാൻ. നമ്മൾ പുട്ടിനായി എടുത്തിരിക്കുന്നത് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. പുഴുങ്ങലരി പൊടിയാണ്, പച്ചരിപ്പൊടിയല്ല. അത് പുഴുങ്ങലരി പൊടിയായാലും പച്ചരിപ്പൊടിയായാലും നല്ലവണ്ണം വറുക്കണേ. ആദ്യമൊന്നും നമ്മൾ പുഴുങ്ങലരിപ്പൊടി വറുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുട്ട് ചുട്ടാൽ നമുക്കൊരിക്കലും ശരിയാവാറും ഇല്ലായിരുന്നു. സോഫ്റ്റും ഉണ്ടാവാറില്ല, പിന്നെ പൊടിഞ്ഞും പോകും. പിന്നെയാണ് മനസ്സിലായത് നല്ലവണ്ണം പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കണേ. അങ്ങനെ ചെയ്തപ്പോഴാണ് നമ്മളെ പുട്ടൊക്കെ നല്ല അടിപൊളിയായത്. പിന്നെ ചൂടോടെ തന്നെ മാവ് കുഴക്കാനും പാടില്ല. നല്ലവണ്ണം ആറിയ ശേഷം മാത്രമേ മാവ് കുഴക്കാനും പറ്റൂ. ഇത് നമ്മൾ 2 ദിവസം മുമ്പേ വറുത്തെടുത്ത് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ചൂടില്ലായിരുന്നു. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലവണ്ണം കുഴച്ച് കൊടുത്തു. എന്തായാലും പൊടിയിൽ വെള്ളം ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും. അത് സോഫ്റ്റായി കിട്ടാനാണ് നമ്മളിത് ഈ മിക്സിയിൽ നല്ലവണ്ണം പൊടിച്ചെടുത്ത് വന്നു. പൊടിച്ച ശേഷം നല്ല സോഫ്റ്റായിട്ടുണ്ട് പൊടി. മിക്സിയിൽ പൊടിക്കുമ്പോൾ അധികം പൊടിക്കണ്ട, ഒന്ന് കറക്കിയാൽ മാത്രം മതിയേ. അങ്ങനെ എല്ലാ പൊടിയും നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയോ ഒന്നുമില്ല. ഇനി നിങ്ങൾ റവ കൊണ്ടാണ് പുട്ട് ചുടുന്നെങ്കിലും ഇങ്ങനെ കട്ട പിടിച്ചാൽ ഇതുപോലെ മിക്സിയിലൊന്ന് കറക്കിയാൽ മാത്രം മതി, നല്ല സോഫ്റ്റായി കിട്ടും. പുട്ടിൻ്റെ മാവൊക്കെ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നല്ലവണ്ണം പൊങ്ങി വരും, കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. നമ്മൾ പുട്ട് കുഴക്കുമ്പോൾ ഉപ്പ് കൂടി വെള്ളത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം പുട്ടിന് വേണ്ടി. കടല നമ്മൾ തലേന്നേ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കടല വേവിക്കുമ്പോൾ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മാത്രം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും മാത്രം ചേർത്തിട്ടാണ് കടല വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് ചുട്ടെടുത്താലോ. അതിനായി നമ്മൾ ഈ പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, പിന്നെ തള്ളി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ഒരു പ്രാവശ്യം നല്ലവണ്ണം പുട്ടിൻ്റെ പൊടി വേവിച്ചെടുക്കും. എന്നിട്ട് വീണ്ടും ഉപ്പ് വെള്ളത്തിൽ ഒന്നുകൂടി നല്ലവണ്ണം കുഴച്ചെടുക്കുക. ഉപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ പൊടിയും നല്ലവണ്ണം ഇങ്ങനെ വേവിച്ചെടുത്ത് ഉപ്പ് ചേർത്ത് കുഴച്ച് കൊടുക്കണേ. ഓരോ കുറ്റിപ്പുട്ടും നമ്മൾ വെവ്വേറെ കുഴച്ചെടുക്കാൻ ശ്രമിക്കണേ. കാരണം ഒന്നിച്ചാകുമ്പോൾ വെള്ളം കൂടിപ്പോവും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ പുട്ടുണ്ടാക്കാറ്? ഇങ്ങനെ 2 പ്രാവശ്യം വേവിച്ചെടുക്കുമോ പുട്ട്? നമ്മൾ പണ്ടേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ചില സ്ഥലങ്ങളിലെല്ലാം പോയാൽ പുട്ടിന് കുറച്ച് സോഫ്റ്റ് കുറവായിരിക്കും. ഇത് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ പുട്ട് നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ കുറ്റിപ്പുട്ടും വെവ്വേറെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ കടലയൊക്കെ കുക്കറിൽ നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്തിനാ ആ പേപ്പർ പിരിച്ചെന്നറിയോ? എന്തായാലും പുട്ട് ചുടുമ്പോൾ എന്തായാലും എല്ലായിടത്തും നല്ല വൃത്തികേടായിരിക്കും. അരിപ്പൊടിയുടെയും തേങ്ങയുടെയും എല്ലാറ്റിൻ്റെയും പൊടികളുണ്ടാവും. ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. പേപ്പർ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അങ്ങനെ എല്ലാ പുട്ടും നനച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത് നനക്കുമ്പോഴും അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പുട്ടിന് അത്യാവശ്യം ഉപ്പൊക്കെ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് തേങ്ങ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. പുട്ടുപൊടിയൊക്കെ നല്ലവണ്ണം കുഴച്ചതിന് ശേഷം കുറച്ച് സമയം കൂടി നമുക്ക് മൂടി വെക്കാം. പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റും. രണ്ടും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം കടലക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. കടലയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കടലക്കറിക്ക് കുറച്ച് തേങ്ങ കൂടി വറുത്തരക്കണേ. നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണം. കാരണം കുറേ പുട്ടുണ്ടല്ലോ, പുട്ടിന് എന്തായാലും ഗ്രേവി ഇല്ലാണ്ട് നടക്കില്ല. അതിനായി നമ്മൾ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ചെറിയ ഉള്ളി കൂടി ഉണ്ടായിരുന്നു, അതും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് പിന്നെ തേങ്ങയും ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒരു 1/4 വറവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. തേങ്ങ നല്ലവണ്ണം മൂത്തതിന് ശേഷം മാത്രമേ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മല്ലിപ്പൊടിയും തേങ്ങയൊക്കെ നല്ലവണ്ണം മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പാത്രത്തിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചു. പിന്നെ കടലക്ക് ആവശ്യമായ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും
എല്ലാം ഒന്നിച്ച് തന്നെ ചേർത്ത് നല്ലവണ്ണം വഴറ്റുന്നുണ്ട്. ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം സ്റ്റൗ വളരെ കുറച്ച് വെച്ച് മൂടി വെച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് നല്ലവണ്ണം വെന്ത് വരട്ടെ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി മൂടി വെച്ച് തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. സാധാരണയായി നമ്മൾ കടലയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒക്കെ കുക്കറിൽ തന്നെ വേവിക്കാറാണ് പതിവ്. ഇന്ന് ഇങ്ങനെ ഒന്ന് കടലക്കറി ഉണ്ടാക്കി നോക്കാനാണ്. ഇനി ഇങ്ങനെ കൂടി ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുക്കറിലിട്ട് വേവിച്ചാലും മതി. അപ്പോൾ തക്കാളിയും ഉള്ളിയും നല്ലവണ്ണം വെന്ത് കിട്ടും. അങ്ങനെ വേവിച്ച കടലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടല വേവിച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതാണിപ്പോൾ നമ്മൾ അരച്ചിട്ട് ചേർത്ത് കൊടുത്തത്. നല്ലവണ്ണം തണുത്ത ശേഷമാണ് അരച്ചെടുത്തത്. കടലക്കറിക്ക് കുറച്ച് കട്ടി കൂടണമെങ്കിൽ കുറച്ച് വേവിച്ച കടല ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയേ. ഇങ്ങനെ ചെയ്താൽ നല്ല കുറുകിയ കറിയുമായി കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാകും. പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും മല്ലിപ്പൊടിയും എല്ലാം കൂടി വറുത്തത് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറേ കറിയായില്ലേ. കുറേ കറി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ ശരിയാകൂ. ഇനി തേങ്ങ അരക്കുന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കടല വേവിച്ചത് എന്തായാലും ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അത് വേറെ തന്നെ ഒരു ടേസ്റ്റിയാണ്. നമുക്കിനി പുട്ട് ചുട്ടെടുക്കാം. കണ്ടില്ലേ, മാവൊക്കെ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ചിരട്ട പുട്ടല്ലേ, അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് അതിൻ്റെ മേലെ പൊടി കൂടി ചേർത്ത് അതിൻ്റെ മേലെ ഒരിക്കൽ കൂടി നമ്മൾ കുറച്ച് കൂടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഈ പാത്രം കുറച്ച് പഴകിയതാണ്, നമ്മൾ ഉപയോഗിക്കാറൊന്നുമില്ല. അത്യാവശ്യം ഇങ്ങനെ ഉപയോഗിക്കാറേ ഉള്ളൂ. പഴയതാണെന്ന് കരുതി പുട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുട്ടൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് കറി വേണമെന്ന് തന്നെ ഇല്ല. ഇത് ചൂടോടെ തന്നെ പശു നെയ്യും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പുട്ടും കടലയുമാണല്ലോ നല്ല കോമ്പിനേഷൻ. പുട്ടെല്ലാം ചുട്ട് കഴിഞ്ഞു. നമുക്കിതായി പേപ്പർ എടുത്ത് മാറ്റിയാൽ മതി. കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുറേ പൊടിയും തേങ്ങാപ്പൊടിയും ഒക്കെ ആയി നല്ല വൃത്തികേടായിരിക്കും. ഇങ്ങനെ ചെയ്താൽ പുട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പുട്ടിന് നല്ല സോഫ്റ്റും കിട്ടും, കിച്ചൺ നല്ല പെട്ടെന്ന് വൃത്തിയാക്കാനും പറ്റും. നമ്മളെ ചൂട് കടലക്കറിയും സോഫ്റ്റ് പുട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.